Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയ സംബന്ധിച്ച് നമ്മൾ കുറേ നോൺ വെജ് ആണ് ചെയ്യുന്നത്. എന്നും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നും വെജ് അല്ല ചെയ്യാൻ പോകുന്നത്, ഇന്നും നോൺ വെജ് ആ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പോലെ കുറച്ച് എന്നാ പറയുന്ന ഒരു റിച്ച് ഫുഡാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ചെയ്യുന്നതും കുറച്ച് റിച്ചാ. ഈ 2017 ഉണ്ടല്ലോ, കുറച്ച് റിച്ച് ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളോട്ട് കുറയ്ക്കേണ്ട, ആദ്യത്തെ കുറച്ച് നാളെങ്കിലും കുറച്ച് റിച്ച് ആയിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോറാവാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പുതിയ പരീക്ഷണങ്ങൾ പഠിക്കും തോറും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേരുവകളൊക്കെ കുറച്ച് എത്ര പണി എത്ര കുറയ്ക്കാവോ അന്നാ രുചിയുള്ള ഒരു ആഹാരം കിട്ടുമെന്നൊക്കെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുവാണ്. 2017 മുഴുവൻ നമുക്ക് മൊത്തം ഞാൻ അങ്ങനത്തെ പുതിയ റെസിപ്പീസ് കണ്ടുപിടിച്ച് ഗവേഷിച്ചൊക്കെ പുതിയത് കണ്ടുപിടിക്കുക. പക്ഷേ ഇച്ചിരി ഫാറ്റ് കണ്ടന്റും റിച്ച്നെസ്സും കുറച്ച് നമ്മുടെ ഡിഷസിൽ ഇച്ചിരി കൂടുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഈ ഉണ്ടാക്കുന്ന വിഭവമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെ നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ തിന്നുവാന്നേൽ എന്നാ ടേസ്റ്റാണെന്നറിയോ. പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചേച്ച് കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമ്മൾ ആ പ്രസന്റേഷനിലാണ് നമ്മുടെ പകുതിയും ആഹാരത്തിന്റെ സ്വാദിരിക്കുന്നത്. ചുമ്മാ എന്നേലും കാണിച്ചുകൊണ്ട് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഉള്ള ഇംപ്രഷനും കൂടെ പോകും. മറ്റങ്ങനെയല്ല, ഒത്തിരിയും വാരിയും വരച്ച് വെക്കാതെയൊക്കെ കുറേശ്ശെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊണ്ട് മേശപ്പുറത്ത് വയ്ക്കുവാന്നേൽ കഴിക്കാത്ത പോലും ഡയറ്റ് പറയുന്ന ആൾക്കാർ പോലും വേണേ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയല്ലേ നമ്മുടെ ഒരു എന്നാ പറയുക വീട്ടമ്മമാരുടെ ഒരു ഹിറ്റ് എന്നൊക്കെ പറയുന്നത്. വലിയ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാർ പോലും സ്വാദ് നോക്കി വയറ് നിറച്ച് കഴിച്ചേച്ച് പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ എന്നാ ഒരു സന്തോഷമല്ലേ. ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേപോലെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ വെച്ച് നോക്കുവാന്നേൽ ഇൻഗ്രീഡിയൻസിനാണേലും ഇച്ചിരി കുറവാ. ഉള്ള കാര്യം പറയാം, ഇറച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് രുചി കൂടിയത് മട്ടൺ തന്നെയാണ്. ഇതിൻ്റെ കാശ് വെച്ച് നോക്കുവാന്നേലും അത് തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ. രുചി വെച്ച് നോക്കുവാന്നേലും മുൻപന്തിയിൽ മട്ടൺ തന്നെയാന്നു. ഇതെല്ലാം വെച്ച് നോക്കി ഫസ്റ്റ് മട്ടണാ. എന്നാൽ അതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും കൂടെ ചേർത്താൽ നമ്മൾ ഇന്ന് ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാ, ഇച്ചിരി ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. എന്നാൽ ഇതിനകത്ത് ഉള്ളിയോ ടൊമാറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഇച്ചിരി 2-3 എണ്ണം കുറയുകയല്ലേ. പക്ഷെ ഇത് എന്നും ഒന്നും ഉണ്ടാക്കി പഠിക്കരുത്, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കിയാൽ മതിയേ. അപ്പം ഇനി ഇതിനകത്ത് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് നോക്കൂ. ഇവിടെ ഇപ്പം ഞാൻ 1 കിലോ മട്ടണാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, നെയ്യ് ഒത്തിരി ഒന്നും വേണ്ട, ഒരിച്ചിരി മതി റോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളകില്ലേ, അതൊരു 10-12 എണ്ണം എടുത്തു. പിന്നെ മല്ലി, തനി മല്ലി, പിന്നെ ഒരു ഇച്ചിരി പെരുംജീരകം, പിന്നെ അതിൽ കുറച്ച് കുരുമുളക്, പിന്നെ നമുക്കൊരിച്ചിരി സാധാ ജീരകം വേണേ, പിന്നെ കുറച്ച് പട്ട, എല്ലാ സ്പൈസസും ഗ്രാമ്പൂ, ഏലക്കായ, തക്കോലം. പിന്നെ എരിവിനാന്നു ഞാൻ ഒരു ഇച്ചിരി ഒരു 5-6 സാധാ മുളകും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരിഞ്ഞേക്കുക. അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, അല്ലാതെ ഇടാനുള്ളതാ. പിന്നെ കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഇതൊരു ബൗള് പോരാ, ഒന്നുകൂടെ വേണമായിരുന്നു, പക്ഷെ എൻ്റെ ഇത്രയേ ഉള്ളൂ. കറിവേപ്പിലയും വേണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി തൈര് വേണം, നല്ല കട്ടി തൈരാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, വിനീഗർ. ഇത്രയും സാധനമാണ് നമുക്ക് മട്ടൺ ഗീ റോസ്റ്റിന് വേണ്ടിയത്. ആദ്യം എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അത് എന്നൊക്കെ ചേർത്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും
മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തേച്ചാ. പക്ഷെ ഇപ്പം നമ്മൾ മട്ടണിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറുണ്ട്. അപ്പൊ ഈ 1 കിലോ മട്ടൺ എത്രയാ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ 50-50 ആയിട്ട് വേണം ചേർക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടിപ്പോവും. നോക്കിയും കണ്ടേച്ചും വേണം ചേർക്കാൻ. അപ്പൊ ആദ്യം ഇതിനകത്തോട്ട് മട്ടൺ ഇട്ടേച്ച് ഒരിച്ചിരി മഞ്ഞപ്പൊടി അതിന്റെ അളവിന് ചേർത്തോളൂ, അല്ലെന്നുണ്ടറിയോ പിന്നെ നമ്മളത് ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ അന്നേല ഒരിച്ചിരി ഉപ്പ്, ആ മട്ടന് വേണ്ടിയിട്ടുള്ള ഉപ്പാവേ. പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഇച്ചിരി നെയ്യൂടെ ഒഴിക്കണം. അന്നേച്ചും ഇത് നല്ലതായിട്ടൊന്ന് തിരുമ്മി ആ മട്ടണിനകത്തോട് നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് നല്ലതായിട്ടൊന്ന് തേച്ച് അതിനകത്ത് അങ്ങ് എന്നാ പറയാ മട്ടണിനകത്തോട്ട് അങ്ങ് പിടിക്കണേ. എന്നിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് വെച്ചേച്ചും നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാ പാനയിലൊന്നും ഇട്ടാലോ അല്ലെ പാത്രത്തിലിട്ടാലോ ഇതൊന്നും വേവുകയല്ലേ. മട്ടൺ ഇച്ചിരി വേവുള്ള കൂട്ടത്തിലാന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇച്ചിരി പെട്ടെന്നൊന്ന് വേവണമെന്നുണ്ടെങ്കിൽ ഉള്ള ടിപ്പ് എന്നാന്ന് വെച്ചാൽ ഒരു ചിരട്ട കഷ്ണം ഇടുവോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരി ഒഴിച്ച് നമ്മൾ അതൊന്ന് വേവിച്ചാലുണ്ടല്ലോ കമ്പാരിറ്റീവ്ലി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പൊ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഡ്രൈ ആക്കി വെച്ചേക്കുന്ന കംപ്ലീറ്റ്, അതായത് വറ്റൽമുളക്, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എണ്ണ ഒന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റാ ചെയ്യാൻ പോകുന്നത്. അതിന്റെ അളവ് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഫസ്റ്റ് എന്നാ ചെയ്യണമെന്നറിയാവോ, ലോ ഫ്ലെയിമേ വെച്ചാൽ മതി. ഇപ്പൊ ചട്ടി പെട്ടെന്ന് ചൂടാവുകയെ, അതിനകത്ത് എണ്ണയൊന്നും ഇല്ലല്ലോ. പിന്നെ അന്നേരം ഇതിന് ഒത്തിരി മൂപ്പൊന്നുമില്ല. ആദ്യം വേണമെങ്കിൽ വറ്റൽമുളക് മൂപ്പിച്ച് മാറ്റാം. ആ ഒരു അളവ് നമുക്ക് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ആദ്യം വറ്റൽമുളക് മൂപ്പിച്ച് മാറ്റിയേച്ച് ബാക്കിയെല്ലാം മൂപ്പിച്ചാൽ മതി. ഇപ്പൊ ആദ്യം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, സെയിം ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എരിവിന് കണക്കാക്കി നിറവും കണക്കാക്കി വേണം 2 വറ്റൽമുളകും ചേർക്കാനായിട്ട്. ഇത് എത്ര ചേർത്താലും നമുക്കൊരു ഇച്ചിരി എരിവേ കിട്ടത്തുള്ളൂ. മറ്റേ മുളക് അങ്ങനെയല്ല, എരിവുള്ള കൂട്ടത്തില്ല. അല്ലെങ്കിലും ഇതിപ്പോ ഒരു 4, 1, 2, 3, 4, 5, 6 ഇട്ടിട്ടുണ്ടേ. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞേച്ച് ബാക്കി മറ്റേ സ്പൈസസ് ഒക്കെ ചേർത്താൽ മതി. അല്ലെന്നുണ്ടേലുണ്ടല്ലോ ചിലപ്പാണെങ്കിൽ ഇതൊന്ന് മൂത്ത് പോവും. പിന്നെ അന്നേ നമ്മുടെ അളവൊക്കെ തെറ്റിപ്പോവും. ആദ്യം ഈ മുളക് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ചെറിയ തീ ഇട്ടാൽ മതി. അന്നേരം ആ മുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തുമ്മാനൊക്കെ വരുന്ന ആ ഒരു ടൈം സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്ക് ഈ മുളക് ഇങ്ങ് മാറ്റുക. അന്നേച്ച് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പത്തേനും തീ ഒത്തിരി കുഞ്ഞാക്കിക്കോണം. എന്നുവെച്ചാൽ നമ്മുടെ ചട്ടി നല്ല ചൂടായിരിക്കും. അന്നേരം മല്ലിയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. ഇനിയിപ്പോൾ എനിക്ക് ഇതേണ്ട ഈ നമ്മുടെ സാധാ വറ്റൽമുളക് കണ്ടോ, ഏകദേശം ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ടല്ലോ, ബ്രൗൺ അല്ല നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ആ കണക്കിന് മതി കേട്ടോ. ഇനി ഇത് ഞാൻ മാറ്റി വെച്ച് അടുത്തത് ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിയിടും. നിറച്ച് 1 ടേബിൾ സ്പൂണേ. അത് കഴിഞ്ഞേച്ച് 1 ടീസ്പൂൺ പെരിഞ്ചീരകം. കുരുമുളകിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാന്നേല് ഇച്ചിരി കൂടുതൽ ഇടാം. അതല്ല അളവനുസരിച്ചാന്നേല് 1 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. പിന്നെ സാധാ ജീരകം ഒരു 1/4 ടീസ്പൂൺ മതിയേ. പിന്നെ
സ്പൈസസ് പട്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു കഷ്ണം മതിയാവും. പിന്നെ ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഏലക്ക എനിക്കായതുകൊണ്ട് ഞാൻ ഇടുന്നതുകൊണ്ട് ഒരു ശരിക്കും കണക്കനുസരിച്ച് 4-5 ഇട്ടാൽ മതി. പക്ഷെ എനിക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഒക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണം കൂടുതൽ ഇടുവേ. പിന്നെ തക്കോല വാന്നേല് ചെറിയ പൂ ആന്നേല് 2 എണ്ണം ഇട്ടേച്ചാൽ മതി. മുഴുത്തതാന്നേല് 1 എണ്ണം. അന്നേച്ച് ഇതും കൂടെ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഈ മല്ലി മുളകും ഒക്കെ മൂപ്പിക്കാൻ നേരം ഉണ്ടല്ലോ, എപ്പോഴും ആലോചിക്കണം നമ്മൾ ഒരിക്കലും തീ അങ്ങോട്ട് കൂട്ടല്ലേ. കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് പോകും. പിന്നെ ആ കണക്കിനുള്ള ഒരു മൂപ്പ് കിട്ടുകയില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ അടുക്കളയിൽ കയറുന്ന ആൾക്കാരാന്നേലും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി. നമ്മുടെ ആ മല്ലിയുടെ നിറം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമേൽ അങ്ങ് ഓഫ് ചെയ്തേച്ച് കുറച്ച് നേരം ചീനച്ചട്ടി തന്നെ ഇട്ടേച്ചാൽ മതി. അന്നേരം ആ ചട്ടിയുടെ ചൂട് തന്നെ കൂടി അത് ഇച്ചിരി കൂടി ഒന്ന് മൂക്കും. കണ്ടോ, നമ്മുടെ വറ്റൽമുളക് ആന്നേലും നല്ല ക്രിസ്പി ആയിട്ട് വേണ്ട പൊടിഞ്ഞുണ്ടോ, ഇതേപോലെ അതിൻ്റെ മൂപ്പേ. അന്ന് വെച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇത് ചൂടോടെ എനിക്ക് പൊടിക്കാൻ ഒക്കെയല്ല. എൻ്റെ അടുക്കള വൃത്തികേടാവും, മിക്സി ചീത്തയാവും, എല്ലാം ചീത്തയാവും. പിന്നെ ആണെങ്കിൽ എനിക്ക് ബാക്കി എന്നാ ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാൻ പോലും ഒക്കെയല്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ മട്ടൺ ഉണ്ടല്ലോ, പാനെ വെച്ചാൽ ഒന്നും വേവുകയല്ല. ഇപ്പം ഞാനിവിടെ തപ്പിയിട്ട് എനിക്ക് ചെറുക്കഷ്ണം പോലും ഇല്ല. അന്നേരം കുക്കറി വെച്ചാലേ ഒക്കത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് തണുത്ത് നല്ലോണം തണുത്തേച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മട്ടണും വേവിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ മട്ടൺ നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട്. മട്ടൺ ആണെങ്കിൽ ഇച്ചിരി ഒരു എന്നാ പറയാ, വേവിക്കുമ്പോഴത്തേന് ഇച്ചിരി ഹാർഡായിട്ട് വേവിക്കരുത്, കുറച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഞാൻ അതേപോലെ മട്ടൺ വേവിച്ചു എടുത്തു. അതിൻ്റെ സൂപ്പ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ആ സ്റ്റോക്ക് ഞാൻ കളഞ്ഞിട്ടില്ല, അതും എൻ്റെ കയ്യിലുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് നിറച്ച് നെയ്യ് നമ്മൾ 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാനിനകത്തോട്ട് ഇതേപോലെ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. ഒരു ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒരു എന്നാ പറയാ, ഒരു 1/2 ടീസ്പൂണോളം, അതായത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മതി. ഇതിനകത്ത് നമ്മൾ നിറയെ ചേർത്തിട്ടുണ്ട്. പക്ഷെ മട്ടൺ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളത് നല്ലതാ, അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും, ഒത്തിരി കറിവേപ്പില. അത് ഒറ്റയടിക്ക് ഇടണ്ട, ഒരു ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്തേച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മസാല, ഇതിനകത്ത് എണ്ണ ആയാലും മസാല ഉണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ചാറ് ഇത് നല്ലതായിട്ടൊന്ന് കലക്കി വെച്ച് ആ മസാല മുഴുവൻ അങ്ങ് എടുത്തു. പിന്നെ അഥവാ നമ്മൾ ഇച്ചിരി അരച്ചേക്കുന്ന മസാല കൂടുതലാന്നേൽ ഒന്ന് നമ്മൾ നോക്കണേ. ഈ മട്ടനൊക്കെ 1 കിലോ നമ്മൾ മേടിച്ചാലും ഉണ്ടല്ലോ, അത് വെന്ത് വരുമ്പോഴത്തേനും ഒരു ഇച്ചിരിയെ കാണത്തുള്ളൂ. അന്നേരം അത് നോക്കിയേച്ച് വേണം നമ്മൾ മുഴുവൻ മസാലയും ചേർക്കാനായിട്ട്. ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി തൈരും ചേർത്ത്, അപ്പം അതിൻ്റെ വെള്ളവും അങ്ങ് വറ്റും. ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തു. അന്നേച്ച് അതിനകത്തോട്ട് തന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിക്കും. പുളി ഒത്തിരി കൂടി പോരുത്. തൈരിന് ഒത്തിരി പുളിയുള്ള തൈരല്ല ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്, ഒരു സാധാ പുളിയേ ഉള്ളൂ. അത് ഒത്തിരി ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ഒഴിച്ചേ. പുളി ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കുമ്പോൾ ഇച്ചിരി കുറച്ചോണം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇച്ചിരി നേരം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന കംപ്ലീറ്റ് തൈര് ഇനിയിപ്പോൾ ഈ കുറച്ച് വിധം ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മൂത്ത് ഇതിൻ്റെ എണ്ണ തെളിയണം. തെളിയാറാകുമ്പോഴാണ് നമ്മൾ മട്ടൺ ഇടുന്നത്. നമ്മൾ ആ ഒഴിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് വറ്റിയേച്ച് ആ ഉള്ള ഗ്രേവി നല്ല ഒന്ന് തിക്കാവേ. ആ സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ഇല്ലേ, അതോ അതിനകത്തോട്ട് ഇടണം.
അന്നേച്ചു മീനകത്ത് ഈ ഗ്രേവി നല്ലതായിട്ട് ആ മട്ടണിലോട്ട് അങ്ങ് പെരളണേ. നമ്മൾ മട്ടനയിലാന്നേലോ ഈ അരപ്പൊന്നും പിടിച്ചിട്ടില്ല. അതങ്ങ് നമ്മൾ മഞ്ഞപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മാത്രമാണ് വേവിച്ചേക്കുന്നത്. അത് ഇച്ചിരി നേരം ഒന്ന് ചെറിയ തീയയിലിരുന്ന് ആ മട്ടണിലോട്ട് ഇതൊന്ന് പിടിക്കണം. അപ്പം എന്നാന്നറിയാവോ, ആ സമയത്ത് ഒരു ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി അല്ല കേട്ടോ, എൻ്റെ കണക്കിനാന്നേൽ ഒരു ഇച്ചിരി കറിവേപ്പില ഇടണം. അന്ന് വെച്ച് ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പില ഇടണം. അതായത് ആ കറുത്തൊന്ന് മുരിഞ്ഞ് വരണം മട്ടൺ. അതാന്നു അതിൻ്റെ ഒരു പരുവേ. ഇനിയിപ്പോൾ എന്നാന്നറിയോ, ഈ മസാല കംപ്ലീറ്റ് നമ്മുടെ മട്ടനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമേ കൊടുക്കരുത്. കുറച്ച് നേരം ഒരു 10 മിനിറ്റേലും ഒന്ന് ലോ ഫ്ലെയിമേലിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചിടണമെന്ന് ഞാൻ പറയുകയില്ല. കാര്യം എന്നാന്നറിയോ, നമ്മൾ അടച്ചിടും തോറും അതിനകത്ത് നിന്ന് വെള്ളം ഊറി കഴിഞ്ഞാൽ അഥവാ വെന്ത മട്ടൺ ആന്നേ പിന്നെ നമുക്ക് കഷ്ണമായിട്ട് തിന്നാനൊന്നും കിട്ടുകയില്ല. അതങ്ങ് എന്നാ പറഞ്ഞ മൊത്തം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി നേരം തുറന്നിട്ടിട്ട് ആ ചെറിയ ഫ്ലെയിമേൽ കിടന്ന ആ മസാലയൊന്നും മട്ടനെ പിടിച്ചാൽ മതി. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ ആവണം. അതാന്നു അതിൻ്റെ ഒരു പരുവം. അതുപോലെ അത് അത്രയും ആ പരുവം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതിയേ. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരം കൊടുക്കാം. പക്ഷെ ഇത്രയും നേരം ഈ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഗസ്റ്റിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയോ, നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഫെമിലിയർ ആവുന്നതിന് മുമ്പ് തന്നെ അന്യഭാഷാ ചിത്രങ്ങളിൽ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു ഹീറോയിൻ ആന്നു നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ആരാന്നറിയാവോ, മാളവിക മേനോന നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഒരു എന്നാ പറയാ, നമ്മുടെ ഹീറോയിനെ ഏറ്റവും കൂടുതൽ അപ്പുറത്ത് തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ പറയാവേ. അങ്ങനെ അങ്ങ് വിട്ടാ കൊള്ളാവോ? എന്നാലും പറ്റിയല്ല, നമ്മുടെ നാട്ടിലെ കൊച്ചല്ലേ. അന്നേരം പിന്നെ നമ്മുടെ ആനീസ് കിച്ചണിൽ വന്നിട്ട് എന്നാ കുഞ്ഞെ അങ്ങോട്ട് പോയെന്ന് ചോദിക്കണ്ടേ. നമ്മളെ കഴിഞ്ഞേച്ച് മതി അന്യതല്ലേ. പക്ഷെ എന്നാലും കുഞ്ഞുങ്ങൾ ഏറ്റവും ഹൈറ്റ്സിലെത്തുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആസ് എ മലയാളി നമുക്ക് പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പറഞ്ഞ കൂടെ എൻ്റെ ഈ മട്ടനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലല്ലേ നമ്മുടെ കൊച്ചിന് നല്ലതായിട്ടുള്ള ആഹാരം കൊടുക്കാനൊക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ പരുവം എന്നാന്ന് വെച്ചാൽ അതേട്ടെ, ഇതൊന്ന് മൊരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പം പറയുവാന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതി വരും. ഇത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഉള്ള കാര്യം പറയാം, ചോറിൻ്റെ കൂടെ ഇച്ചിരി പുളിശ്ശേരിയും ഇച്ചിരി ക്യാബേജ് തോരനും ഈ മട്ടൺ റോസ്റ്റും കൂടെ കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്ധ്യ സമയത്താണെങ്കിൽ ഒരു നല്ല ചൂട് പൊറോട്ട കഴിക്കാൻ നമ്മുടെ ദേഹത്തിന് ചീത്തയാണെന്നറിയാം. പക്ഷെ എന്നാ ചെയ്യാനാ, രുചി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ആവി പോകുന്ന പൊറോട്ടയും ഇതിൻ്റെ ഇച്ചിരി ചാറും ഒരു നല്ല ചായ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കഴിക്കാമായിരുന്നു അല്ലേ. നോക്കൂ ഇതിൻ്റെ മണം, എനിക്ക് അങ്ങോട്ട് പറഞ്ഞുതരാൻ ഒക്കുന്നില്ല. ഇത് വീട്ടിലുണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇത് ചെറിയ തീയലിട്ട് മുരിച്ച് ബ്രൗൺ ആക്കിയിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻസിൻ്റെ കൂടെ കഴിക്കാനേ. എനിക്ക് ഇത് ഇച്ചിരി ഒന്ന് മൊരിക്കാൻ ഒരു സമയം തരുമോ? ഞാൻ മട്ടനും ചപ്പാത്തിയും വെച്ചിട്ടുണ്ട്. ഈ നേരം ആകുമ്പോൾ പിന്നെ നമുക്ക് ചപ്പാത്തിയല്ലേ ഏറ്റവും നല്ലത്. അന്നേരം ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ആ രുചി പറഞ്ഞാൽ അറിയത്തില്ല, ഉണ്ടാക്കി നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഇച്ചിരി റിച്ച് ഫുഡ് ആയതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ എക്സസൈസ് ചെയ്യണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഓക്കെ, ഇപ്പൊ 2017 പറ്റി ഞങ്ങൾ ചോദിക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു? കഴിഞ്ഞ വർഷം പേഴ്സണലി പ്രൊഫഷണലി ഒക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ഒരു ഇയർ തന്നെയായിരുന്നു. ടോട്ടലി എൻഗേജ്. അതെ, എൻഗേജ്ഡ് അല്ല, നമ്മൾ ചെയ്ത വർക്ക്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണോ ചെയ്തിരുന്നു. തെലുങ്കില് ഞാൻ ചെയ്തു, മലയാളത്തില് ചെയ്തു, റിലീസ് ആവാനുണ്ട്. തെലുങ്കിലെ ഫസ്റ്റ് മൂവി റിലീസായി, അത് ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നു. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാനോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അറ്റ് ടൈംസ് കേട്ടോ, ഇപ്പൊ മൂവി ഒക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് കുറച്ച് പ്രിപ്പയർ ചെയ്യും. അല്ലാതെ വീട്ടിലിരിക്കുമ്പോ ഓക്കെ. അപ്പൊ ഈ ഇടയിലെങ്ങാണ്ട് ഞാൻ വായിച്ചു താൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണു, ഇന്ന ആഹാരമേ കഴിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? ബോഡി കണ്ടാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിന് ഉണ്ടോ എന്നൊരു സംശയം. ഇത് കണ്ടിട്ടാ തോന്നിയത് എനിക്ക്. അങ്ങനെയൊന്നും എന്നെ കണ്ടിട്ട് തോന്നുകയല്ല, അത് വേറെ കാര്യം. എന്നെ നോക്കേ വേണ്ട, ഞാൻ നല്ലോണം കഴിക്കും. നോക്കൂ, ഞാനും കഴിക്കും. അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ നല്ല. അതെ, എസ്പെഷ്യലി അമ്മ വീട്ടില് അമ്മ മീൻകറി ഒക്കെ നന്നായി ഉണ്ടാക്കും. അത് പുറത്ത് ഫിഷ് അത്ര ഫ്രഷ് ആയിരിക്കില്ലല്ലോ എപ്പോഴും. അപ്പൊ അമ്മയുടെ മീൻകറി തേങ്ങയൊക്കെ ഒഴിച്ചില്ല, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും ചോറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഏറ്റവും ഇഷ്ടം മീനാണോ? ഇഷ്ടം മീൻ ഇഷ്ട, ചിക്കൻ ഇഷ്ട. ചിക്കനിൽ എന്തും കഴിക്കും. വേറെ മീറ്റ് ഐറ്റംസ് ഒന്നുമില്ല? അങ്ങനെയല്ല, കഴിക്കും. മട്ടൺ. വെരി ഗുഡ്. ഞാൻ ചോദിക്കാൻ അതെല്ലാം കാര്യം, ഞാൻ ഇന്ന് ചിക്കന് പകരം മട്ടണാ ഉണ്ടാക്കിയേക്കുന്നത്. ഓ വാവ്.
മട്ടൻ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരുപാട് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ആ ഒരു ഫ്ലേവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഇവിടത്തെ തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. അവിടെ എന്തുണ്ടെങ്കിലും ഇപ്പൊ മട്ടൻ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് അല്ലല്ലോ, പലതരം വെറൈറ്റീസിലല്ലേ ഉണ്ടാക്കുക. കുറെ ട്രൈ ചെയ്യാനോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫുഡി ആന്നു. ഫുഡി കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, പക്ഷെ യെസ് ഐ ആം. അപ്പൊ മോർ ഓവർ നാടൻ ഭക്ഷണമാണ് ജങ്ക് ഫുഡ്സ് ആണ്? ജങ്ക് ഫുഡ്സ് ഇഷ്ട. നാടൻ വീട്ടിലിരിക്കുമ്പോ എങ്ങനെ അവിടെ കിട്ടുന്ന അതുപോലെ കഴിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് അങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പൊ നല്ലൊരു പെങ്കോച്ച, ചുമ്മാ അല്ല മലയാളി പെങ്കോച്ചങ്ങൾ ഏറ്റവും നല്ലതാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ മലയാളികൾ ശരിക്കും ഇങ്ങനെ പ്രൗഡാണ് പെൺകുട്ടികൾ ഇങ്ങനെ വളരുന്നത്. അതായത് ഇപ്പൊ കെട്ടിച്ചു വിട്ടാൽ പോലും ഇപ്പം കുഞ്ഞുങ്ങൾ ആ ഒരു പരിസ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ അമ്മമാര് നമ്മളെ ഉപദേശിക്കുകയല്ലേ. അത് അമ്മയോട് പേഴ്സണലായിട്ട് ഞാൻ ചോദിച്ചു നോക്കാം, അത് മക്കളോട് വെച്ചാൽ പറ്റത്തില്ല. എന്തായാലും മദ്രാസ് വിശേഷം നമുക്ക് ഇവിടെ പറയണ്ട, നമുക്ക് അവിടെ പോയിരുന്ന് വർത്താനം പറയാം. ഓക്കെ. പരിപാടി വിളിക്കുവാ അല്ലേ, വരൂ വരൂ വരൂന്ന്. എന്തായാലും ഇപ്പൊ തരികയല്ല കേട്ടോ. അല്ല, ഞാനേ കാണാറുണ്ട് ചേച്ചിയുടെ ഡിഷസ് ഒക്കെ, അതൊരു പ്രത്യേക ഭംഗി ഉണ്ടാക്കുന്നതും. അത് കാരണം എന്താ പറയാ, നമുക്ക് സ്മെല്ല് വരുമ്പോഴും സ്മെല്ല് കിട്ടോ. പിന്നെ ആ ഭംഗി കാണുമ്പോ തന്നെ നമുക്ക് അറിയാലോ ഉണ്ടാവുന്നു. സത്യം അതാണെന്ന് പറഞ്ഞാൽ മതിയല്ലേ, ഭയങ്കര സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ടേ സത്യം പറഞ്ഞാൽ കൊതി വരും. അതല്ല കാര്യമായിട്ട് പറഞ്ഞ ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരാൾ ഉണ്ടാക്കുന്ന രീതി കാണുമ്പോ അറിയാലോ. കറക്റ്റാ. അതെ. ഓക്കെ, ഇനി മദ്രാസ് വിശേഷം എന്ന് പറഞ്ഞ ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എങ്ങോട്ടാ ഓടിയത്? എനിക്ക് മലയാളത്തിലെ ഓഫേഴ്സ് വരുന്നതിന് മുമ്പ് വന്നത് തമിഴിൽ നിന്നായിരുന്നു. പക്ഷെ ചെയ്ത മലയാളത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എന്റെ മൂവി വന്നിട്ട് ചന്ദ്രവദന എന്ന് പറഞ്ഞൊരു മൂവി. അതില് ഹീറോ ഒക്കെ ബാംഗ്ലൂർ ഒരു മോഡലായിരുന്നു. അത് പക്ഷെ കുറച്ച് ഹെവി ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. കുറെ ചേസിങ്ങും ഫൈറ്റും അങ്ങനെയൊക്കെയാണ്. ഞാനല്ല ഫൈറ്റ്, ചേസിംഗ് ഒക്കെ എന്നെ ചേസ് ചെയ്യാൻ വരും. കുറച്ച് ഇമോഷണൽ ടൈപ്പ്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ കുറച്ച് പണി എടുത്തു ആ പടത്തില്. അത് പക്ഷേ അത് ഒരു 3.5 years ആയിട്ടുണ്ടാവും കേട്ടോ. 2 years അല്ല, അതെ 4 years ആയിട്ടുണ്ടാവും അതിപ്പോ. പക്ഷെ റിലീസ് പഠിക്കുവായിരുന്നോ, എന്നാ ചെയ്യുവായിരുന്നു? അത് ഞാൻ 8th or 9th ആയിരുന്നു അപ്പൊ. അതെ. അപ്പോ റിലീസ് ആയത് ഈ അടുത്തത്, അത്രയും ഡിലേ വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മാസ്റ്റർ മഹേന്ദ്രൻ ഹീറോ ഫസ്റ്റ് ചെയ്ത മൂവിയാണ് വിഴ എന്ന് പറഞ്ഞ മൂവി. അത് അത്യാവശ്യം അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അതിന്റെ സ്റ്റോറി ഡിഫറെന്റ് ആയിരുന്നു, ആരും എടുക്കാത്ത ഒരു സ്റ്റോറി ആയിരുന്നു. അത് കുറച്ച് ഡെത്ത് ഏരിയയിലൊക്കെ ഈ ഒപ്പാരി വെക്കുക പറയില്ലേ, പാട്ട് പാടുന്ന ആ ഒരു യങ് അല്ല ഓൾഡ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. കുറെ അമ്മൂമ്മമാര് കൂടി ഒരു മരിച്ച സ്ഥലത്ത് ചെന്ന് പാട്ട് പാടും. പാട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കരച്ചിലോടുള്ള പാട്ട്. അതിൽ ആ കൂടെ ഉള്ള ഒരു യങ് ഗേൾ എന്ന് പറയുന്ന ഞാനാ. അപ്പൊ ആ രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറി ആയിട്ട് അത് ചെയ്തു. അത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതെ, ഡൾ മേക്കപ്പ് ഒക്കെ ചെയ്ത്. അതിന് എന്നെ 45 days ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് എന്താ പറയാ, ശരിക്കുള്ള റിയൽ കളർ അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വെയിലത്തിരുത്തി. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ബേസിക്കലി വെയിലത്ത് നിറങ്ങണം തന്നെ ഒരു 10 കൊടയൊക്കെ പിടിച്ച് ആരെങ്കിലും സൈഡിലെങ്കിലും മാക്സിമം ക്രീം എല്ലാം വാരി തേച്ചൊക്കെയാ നമ്മള്. ഇതിപ്പോ ആലോചിച്ച് നോക്കിയേ, കുറച്ചു നേരം കറുത്തിട്ട് ഒരു വെയിലത്തിരുന്നിട്ട് എന്നിട്ടുണ്ടല്ലോ ക്യാമറമാനൊക്കെ നോക്കുമ്പോ ഞാൻ എപ്പോഴെങ്കിലും AC-ലൊന്ന് കയറി നിന്നാ അവരെന്നെ നോക്കും, അപ്പൊ തന്നെ ഞാൻ ഇറങ്ങും. അപ്പൊ ഇച്ചിരി ഒരു മേക്കപ്പ് വൈസ് ആണെങ്കിലും എല്ലാം വില്ലേജ് ഏരിയ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ വേറെ മാതിരി എന്ന് പറഞ്ഞ മൂവി ചെയ്തു, ആർ ശരവണൻ സാറിന്റെ. അതില് ഹീറോയിന്റെ സിസ്റ്റർ ആയിട്ടാണ് ചെയ്തത്. വിക്രം പ്രഭു ആയിരുന്നു ഹീറോ. അതും തമിഴ്നാട്ടിൽ തന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു മൂവിയിലെ സോങ് ഉണ്ട്, അത് പറഞ്ഞാൽ എല്ലാവരും മിക്കവരും അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഹ്മൻ എന്ന് പറഞ്ഞ മൂവി ചെയ്തു ശശികുമാർ സാറിന്റെ. അതിലും സിസ്റ്റർ ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ഈ 2 സിസ്റ്റർ ക്യാരക്ടറും നോട്ടബിൾ ആയിരുന്നു കേട്ടോ, നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ 2 ഹീറോയിൻ മൂവി ചെയ്തു, ഒന്ന് വിഴയും ഇപ്പൊ ലാസ്റ്റ് വെട്ട് എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തു. ആ 2 ഹീറോയിൻസ് പിന്നെ 2 സിസ്റ്റർ ക്യാരക്ടേഴ്സ്. അതാണ് ചെന്നൈ. അതെല്ലാം ഇതിനകത്തെല്ലാം സിസ്റ്റർ ക്യാരക്ടേഴ്സ് ആ ചെയ്തേക്കുന്നത്. 2 മൂവിയില് സിസ്റ്റർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പടത്തില് ഡബ് ചെയ്തോ? ഫസ്റ്റ് പടത്തില് ഡബ് ട്രൈ ചെയ്തു, പക്ഷെ അത് അത്ര ശരിയല്ല. പക്ഷെ ഞാൻ അവിടെ ഈ 2 സിസ്റ്റർ ക്യാരക്ടർ പറഞ്ഞില്ലേ, അതിൽ ഞാൻ ഡബ് ചെയ്തു. അപ്പൊ തമിഴിലും ചെയ്തു, മലയാളത്തിലും ചെയ്തു? മലയാളത്തിൽ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഇമോഷണൽ ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തപ്പം ഒരു നമുക്ക് ഈ ലാംഗ്വേജ് വലിയൊരു പ്രശ്നം വരികയല്ലേ? അതിപ്പോ എങ്ങനെയാ പറയാ, എനിക്ക് തമിഴിനോട്
പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിപ്പോൾ എല്ലാവരും പറയാറുണ്ട് നന്നായി തമിഴ് സംസാരിക്കുന്നുണ്ടൊക്കെ. അത് എൻ്റെ അച്ഛൻ അവിടെ പുറത്ത് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പണ്ടോട്ടെ അച്ഛൻ തമിഴ്നാട്ടിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ ആയിട്ടും അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ല, അതാണ് രസം. ഞാൻ പോയിട്ടൊന്നുമില്ല. അച്ഛൻ വീട്ടിൽ വരുമ്പോൾ തമിഴ് ചാനൽസും അങ്ങനെയൊക്കെ വെക്കും. അപ്പൊ ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ അങ്ങനെ കണ്ടുവന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് തമിഴിനോട് ഒരു ഇഷ്ടമുണ്ട്. സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ കേട്ടിട്ട് ആ ഒരു സ്റ്റോറേജ് ആണ് തലയിലുള്ളത്. പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോ സ്പീക്ക് ചെയ്യാൻ ഫ്ലോ ആയി. തെലുങ്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ, മനസ്സിലാവും, സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഡബിങ്ങിന്റെ കാര്യം ചോദിച്ചപ്പോ അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല തോന്നുന്നു. ഇപ്പൊ ഇമോഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതെനിക്കറിയാം. ഇപ്പൊ കരച്ചിലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ തെറ്റിന്ന് പറഞ്ഞ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ മിക്കതും അത് ഒരു ഒറ്റ ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കും. അപ്പോൾ ഞാൻ അത്രയും ഫീൽ എടുത്തിട്ട് ഞാൻ റെഡിയായി എന്ന് പറയുമ്പോൾ, അല്ല റെഡി ആണെങ്കിൽ മാത്രം റെഡി ചെയ്ത് പറയും സാർ നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ മിക്ക സമയം എനിക്ക് ഇമോഷണൽ ക്യാരക്ടേഴ്സ് അവർ പറയാറുണ്ട്. എൻ്റെ അടുത്ത് പറയും കളിയാക്കിയിട്ടാണോ അത് നല്ലതാണോ എന്നറിയില്ല, മിക്കവരും പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ സംഭവങ്ങളൊക്കെ ഭയങ്കര ഈസി ചെയ്യും. എന്തെങ്കിലും ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നാണ്. അത് ഇമോഷണൽ അതാണ് ചെറുത് എങ്ങനെയാ ചെയ്യേണ്ടത്. ശരിയാ. അപ്പൊ അങ്ങനെ എന്നതേലും ഒരു പ്രയാസം ഏതെങ്കിലും ഒരു സീനിൽ ചെയ്തത്, ഒത്തിരി ടേക്ക് പോയ സാധനം ഉണ്ട്? ബ്രഹ്മൻ എന്ന് പറഞ്ഞ മൂവിയില് ശശികുമാർ സാറിന്റെ അനീതി ചെയ്തു പറഞ്ഞിട്ട് അതില് കുറച്ച് പണി ഉണ്ടായിരുന്നു, കുറച്ച് ടേക്ക് പോയി. അത് ആൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കുന്ന ഒരു ഡയറക്ടർ. അപ്പോ കുറച്ച് പണിയായിരുന്നു, കുറച്ച് ലേറ്റ് നൈറ്റ് ഒക്കെ പോയി ഷൂട്ട്, ഉറക്കവും എല്ലാം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ടെൻസ്ഡ് ആവും അല്ലേ? എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു 2-3 ഷോർട്സിനുള്ള ശരിയായില്ലെങ്കിൽ കൂടുതൽ പോകുന്നതോറും എനിക്ക് ടെൻഷനാ. അപ്പൊ എന്താ എന്റെ നെർവസ് ആവും. അപ്പൊ ഈ ഫസ്റ്റ് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് അത് ഭയങ്കര, എനിക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ മിക്കതും ഞാൻ 3-4 ടേക്കിൽ ഓക്കെ ഒക്കെ നോക്കും. അപ്പൊ ഇത്രയും മൂവീസ് ചെയ്തതിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ആണ്, ഭയങ്കര പോസിറ്റീവ് പവറാണ് നമുക്ക് വരുന്നത്. അങ്ങനെ മുകളിൽ ആരെങ്കിലും നല്ല നമ്മൾ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റീസ് ആരെങ്കിലും വന്ന് ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 916 ആണ് എന്റെ മെയിൻ ലീഡ് റോൾ ചെയ്തത് മലയാളത്തില്. അതിലാണെങ്കിലും VKP സാറൊക്കെ കണ്ടു പറഞ്ഞിരുന്നു. എന്റെ ആപ്റ്റായ ക്യാരക്ടർ ആയിരുന്നു കേട്ടോ ആ സമയത്ത് കിട്ടിയത്. അത് ഒരു ന്യൂക്കമറാന്ന് തോന്നിയിരുന്നില്ല, നന്നായി ചെയ്തിട്ടുണ്ട് മോളൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കമൽ സാറായാലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറയാൻ ഈ ബ്രഹ്മൻ മൂവി ഓഡിയോ ലോഞ്ചിന് കമലഹാസൻ സാറൊക്കെ വന്നിരുന്നു, DSP സർ, മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അവിടെ വെച്ചൊരു നടന്നതെന്ന് പറഞ്ഞാൽ DSP സാറിനെ ഞാൻ ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ തന്നെ. അപ്പോൾ ആളെ ഇങ്ങോട്ട് പറഞ്ഞു ബ്രഹ്മനിലെ ലാസ്റ്റ് ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട് ശശി സാറായിട്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു, മോള് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. എനിക്ക് ശരിക്കും എൻ്റെ ചേച്ചി ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ആ ഒരു ഇഷ്ടം കൂടി ഞാൻ എന്നെ ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇങ്ങോട്ടൊരു കോംപ്ലിമെന്റ് കിട്ടിയപ്പോൾ അയ്യോ എനിക്ക് സത്യമായിട്ട് ഗൂസ് ബംസ് വന്ന സമയത്ത് നമ്മള് തന്നെ ഭയങ്കര അയ്യോ ഇത്രയൊക്കെ ഉണ്ടോന്നല്ലേ. അപ്പൊ ശരിക്കും മോളെ ഓരോ ക്യാരക്ടർ നമുക്ക് ഈ അപ്രിസിയേഷൻ കിട്ടുമ്പോ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ പിന്നെയും ഓരോ ക്യാരക്ടർ കിട്ടുമ്പോൾ ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഞാൻ അത്ര ഒരു ആഗ്രഹം കൊണ്ട് വന്നതല്ല, അതൊരു ഗുഡ് ആക്സിഡന്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ സംഭവിച്ചു. അത് പറ്റില്ല. എങ്ങനെയാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇതിൽ ചെയ്താൽ തന്നെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ കോർഡിനേറ്റേഴ്സ് വന്നിരുന്നു. അങ്ങനെ CD കവറിനും ബുക്ക് ഇമേജസിനൊക്കെ വേണ്ടി അങ്ങനെ വന്ന് ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഞാനത് ചെയ്തു. അത് ഫസ്റ്റ് ഒരു ദേവി കവറിന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ ഓക്കെ ശരി ദേവിയുടെ എല്ലാം ഇനി അത് വേണ്ടാന്ന് വെക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ ചെന്നൈ നിൽക്കുന്ന നേരെ നമുക്ക് ഹൈദരാബാദിൽ പോകാം. ഹൈദരാബാദ് എത്തിയിട്ട് എൻ്റെ ഫസ്റ്റ് മൂവി ലവ് കെയർ എന്ന മൂവി ഇപ്പോൾ 2016 റിലീസായുള്ളൂ. അത് ശരിക്കും ഒരു സ്പെഷ്യൽ മൂവ്മെന്റ് തന്നെയായിരുന്നു. കാരണം തമിഴ് ഓൾറെഡി എൻ്റെ ഒരു മദർ ടങ് പോലെ തന്നെ ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാംഗ്വേജ്, ആൾക്കാരെങ്ങനെയായിരിക്കും, എല്ലാം ഡിഫറെന്റാ, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി അത് ചെയ്ത് ആ ഒരു മൂവി റിലീസ് ആവാന്ന് പറയുമ്പോൾ അത്രയും നാളത്തെ ആ ഒരു എഫേർട്ട് നമുക്ക് ഓർമ്മ വരെ ശരിക്കും അത് നല്ലൊരു മൂമെന്റ് തന്നെയാണ്. അപ്പൊ ശരിക്കും ലാംഗ്വേജ് ഒരു ഫോറിൻ ആണോ? അപ്പൊ നമുക്ക് അത്രയും പരിചയമില്ല. അപ്പം അതിൽ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ മോള് ഓക്കെ ഫോർ യു? ഐ വാസ് നോട്ട് ഓക്കെ ആക്ച്വലി. ഞാനത് പ്രിപ്പയർഡ് ആയിരുന്നില്ല അതിനൊന്നും. എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് നോ പറയാം, എന്താണെന്നറിയില്ല. പിന്നെ അത് വരികയാണ് യെസ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി. അതെ, അങ്ങനെ അത് ചെയ്തു. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ മൂവീസ് ഒക്കെ വന്നപ്പോൾ തമിഴ് ഉണ്ടായിരുന്നു, തെലുങ്ക് ഉണ്ടായിരുന്നു. ഞാൻ തമിഴ് ചെയ്തു ഓൾറെഡി, വൈ നോട്ട് ട്രൈ തെലുഗു, അങ്ങനെ ചെയ്തതാ ആസ് എ ചാലഞ്ച്. അതെ. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് റിലീസായി. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വേറെ ആർട്ടിസ്റ്റിനെ ആരെങ്കിലും മീറ്റ് ചെയ്യോ? മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്
ഞാൻ അല്ലു അർജുന്റെ ഒരു ഡൈഹാർട്ട് ഫാൻ തന്നെ. അപ്പൊ കണ്ടു കാണും. എന്റെ ദൈവം വർത്താനം പറഞ്ഞുണ്ടോ? വർത്താനം പറയാൻ പറ്റിയില്ല, അത് മിസ്സായത്. അതിനെ പറ്റി അത് രസമുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് മൂവി ചെയ്യായിരുന്നു, അത് പക്ഷെ റിലീസായില്ല. ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനും അച്ഛനും കോർഡിനേറ്ററും കൂടെ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഒരു ദിവസം ഇറങ്ങി. ആ ഒരു ഏരിയയിൽ അല്ലു അർജുന്റെ വൈഫ് ഹോം ഉണ്ട്. അപ്പോൾ അതിന്റെ മുമ്പിൽ കൂടെ ഒക്കെ പോവായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഇല്ല ആള് പുതിയ BMW കാറിലൊക്കെ ഇങ്ങനെ വരിക. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ, നൈസ്, നല്ലൊരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ആള് ചിരിച്ചു തന്നെ. അയ്യോ പറയട്ടെ, ആള് നോക്കി ചെറിയൊരു സ്മൈൽ എനിക്ക് തന്നു. അപ്പോൾ ഞാനും അങ്ങനെ തിരിച്ചു കൊടുത്തു. എനിക്ക് അപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ല. 2 സെക്കൻഡ് അതിനെ ക്രോസ് ചെയ്തപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലു അർജുനാണോ? ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ദൈവമേ, ഞാൻ റോട്ടി കിടന്ന് ചെയ്താൽ എനിക്ക് തന്നെ അറിയില്ല, കിടന്ന് ചാടുകയായിരുന്നു. അത് ആള് വീട്ടിൽ കൂടെ കണ്ട് എന്നും കൂടെ നോക്കി ചിരിച്ചു. ഒരു നോട്ടീസ് എനിക്കാണെങ്കിൽ ആരോടെ എന്താ പറയണ്ടെന്ന് ഒരു പെടുത്തില്ല. കാരണം എക്സൈറ്റഡ് ആയി അല്ലേ? പക്ഷെ മിസ്സായി, എന്തോ കഷ്ടല്ല. എങ്ങനെ നെക്സ്റ്റ് ടൈം ഞാൻ കാണണമെങ്കിൽ എന്തായാലും ഒരു ഡൈ ഹാർഡ് ഫാൻ ആണ്, അപ്പൊ എന്നാലും എടുക്കണ്ടേ. പക്ഷെ മിസ്സായി പോയതിന്റെ ഒരു വിഷമവും കൂടെ ഉണ്ട്. അതുപോലെ അവിടെ മാത്രല്ല കേട്ടോ, ഇവിടെ രാജുചേട്ടനെ കണ്ടും കൂടിയും പറയണം. മലയാളത്തില് പൃഥ്വിയോ? ഓക്കെ, പൃഥ്വിയുടെ ഫാനാ? അയ്യോ, ഇവർ രണ്ടുപേരും. അവര് പൃഥ്വിയായിട്ട് ഏതെങ്കിലും മൂവി ചെയ്തപ്പോ? ചെയ്തിരുന്നു. ഇപ്പോഴല്ല, നിദ്രയ്ക്ക് ശേഷം ഹീറോ ചെയ്തു. അതില് രാജേട്ടൻ അനീതിയായിട്ട് ചെയ്തു. അതും അതേപോലെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ആദ്യം കാണുമ്പോ നമ്മളെ ഫിലിമിലൊക്കെ കണ്ട് നമ്മള് നേരിട്ട് കാണുമ്പോണ്ടല്ലോ, അയ്യോ രാജുചേട്ടൻ എന്നുള്ള ഞാൻ അറിയാതെ എണീറ്റ് പോകും. അതേപോലെയാ കണ്ടിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ അഭിനയിച്ചോ അതോ ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ നിന്നാ? ഇല്ല, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രാജേട്ടൻ എന്താ പറയാ, സീനിയർ ആണ്, ഇത്ര അഭിനയിക്കും, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ രാജേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. നല്ലോണം വർത്താനമൊക്കെ പറഞ്ഞ നല്ലോണം വർത്താനം പറയുന്നതിനേക്കാളും എന്താ പറയുന്നുള്ളത് അത് കൂളായി എന്നെ മനസ്സിലാക്കി, മോളിങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഭയങ്കര കൺസേൺ ആൻഡ് പാമ്പറിങ് ആയിരുന്നു. അതെ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. എനിക്കറിയില്ല കേട്ടോ അതൊക്കെ. അങ്ങനെയില്ല, അപ്പൊ നമ്മൾ തന്നെയല്ലേ ഡൗൺ ആവും. എനിക്കറിയില്ല, പിന്നെ എന്തിനാ ഈ കുട്ടി വന്നേ. എന്നാലും അല്ലെ, നമുക്കൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു രാജു അല്ലേ? ഓക്കെ, പിന്നെ ഹൈദരാബാദിലെ വിശേഷം കഴിഞ്ഞ് നമ്മളിപ്പോ കേരളത്തിൽ വന്നു അല്ലെ? ഇനി സ്വന്തം വീടിനെ പറ്റി പറയണം. അതായത് സ്വന്തം വീടും സ്വന്തം നാടിനെ കുറിച്ചും ഒക്കെ. ഇത്രയും മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ കറങ്ങി വന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് ശരിയാട്ടോ. എനിക്ക് വീട്ടിലിങ്ങനെ ഒരുപാട് ഇരിക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട്, ശരി ഞാൻ വീട്ടിലിരിക്കും, എനിക്ക് എങ്ങനെയും പോണെന്ന്. ആദ്യം പറഞ്ഞതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്. അങ്ങനെയല്ല, ഇപ്പോ പണ്ടത്തെ ഒക്കെ പോട്ടെ, ഞാൻ സ്കൂൾ കഴിഞ്ഞ വീട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ സ്റ്റാർട്ടിങ് ഒക്കെ ഇനിയൊരു വീട്ടിലെത്തിയപ്പോ വെറുതെ ഇരിക്കും, എനിക്ക് വീട്ടിൽ പോകണം, അല്ല പുറത്ത് പോകണം, അങ്ങനെയാ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ ഒരു ഹെക്ടിക് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഉണ്ടല്ലോ, വീട്ടിൽ കയറുമ്പോ ആ ഒരു പീസ്, അയ്യോ അത് വേറെ. അത് കാണുമ്പോ അമ്മയുടെ ഭക്ഷണം കഴിക്കുമ്പോ അല്ലെ, വീട്ടിൽ കയറുമ്പോ ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ എൻഗേജ്ഡ് ആണ് അത് പറഞ്ഞ് പോകുമ്പോ ഒരു ഹോം സിക്നെസ് വരില്ലേ? ഉണ്ട്. എനിക്ക് ചില നേരത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞാൻ പോകാറുണ്ട്. ചില നേരത്ത് അമ്മയെ ഞാൻ വിളിച്ചിട്ട് അമ്മ വരുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ കുറെ നാളൊക്കെ അറിയാലോ എത്ര ഡേയ്സ് പോകേണ്ടി വരുന്നു പറയുമ്പോ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആ ഫസ്റ്റ് തമിഴ് മൂവിയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത്രയും ട്രബിളിങ് ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ട് എന്ന് പറയുമ്പോ, പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നി. ഞാൻ അമ്മയെ വിളിച്ചു, കരഞ്ഞു, അമ്മയെങ്കിൽ വിഷമമാണോ ഞാൻ ഒറ്റയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സീനിന് പോയുള്ളൂ, സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട്. അമ്മയോട് വർത്താനം വേണ്ട. ആരെ കൂടെ വരും? അമ്മളുടെ കൂടെ അച്ഛന്മാര്. അപ്പൊ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കില്ലേ? ആ, ഫാമിലി കാട്ടിന് ഫുൾ സപ്പോർട്ട്. ഓക്കെ, അച്ഛൻ എന്നാ ചെയ്യുന്നേ? അച്ഛൻ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു. മമ്മി? അമ്മ ഹൗസ് വൈഫ്. അനിയനും ഉണ്ട്. അനിയൻ എന്നാ ചെയ്യുന്ന മോനെ? അനിയൻ 7th പഠിക്കുന്നു. 7th. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും? ഇല്ല, ആരും ഇല്ല. കലാരംഗത്ത് ആരെങ്കിലും ഉണ്ടോ? കലാരംഗത്ത് എന്ന് പറഞ്ഞാൽ ഡാൻസ് ആ രീതിയിലല്ലാണ്ട് ഫിലിമിലേക്ക് അങ്ങനെ ആരും ഇല്ല. യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ. ഇപ്പൊ മോളിപ്പോ ഒരു ആക്ട്രസ് ആയിട്ട് ഇപ്പം ഇത്രയും മൂവീസ് ചെയ്തു, തമിഴ് തെലുങ്കു എല്ലാം ചെയ്തു. മോളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും പറയാറുണ്ട് അത് ഇങ്ങനെയാണ്, നെഗറ്റീവ്സ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ പോസിറ്റീവ്സ് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എൻ്റെ പേജ് ഉണ്ട്, പേജിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ആയാലും കമന്റിങ് ആയാലും അതെല്ലാം മെയിൻ. പക്ഷെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉള്ളത്. ഞാനിപ്പോ ഒരു മൂവി ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താ ഞാൻ ചെയ്യുന്നതിനുള്ള അത് അംഗീകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് ശരിക്കും എല്ലാവരോടും ബിഗ് താങ്ക്സ് തന്നെ പറയാറുമുണ്ട്. അപ്പൊ ഫാൻസ് എവിടെയാ കൂടുതൽ? തമിഴാണോ, തെലുങ്കാണോ, മലയാളം ആണോ? തമിഴായിരിക്കും.
അതിനകത്ത് ശരിക്കും അവർക്ക് ഭയങ്കര ഒരു ആരാധനയാ അല്ലേ? ഉണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു, അയ്യോ ഇവരെന്താ ഇങ്ങനെ നോക്കണം. എനിക്ക് എന്റെ ആ ഒരു കംഫർട്ട് സോൺ പോവല്ലേ, ഇവരിങ്ങനെ നോക്കുമ്പോ അശ്വ ഇവരെന്തിനെങ്ങനെ നോക്കണം. ഞാൻ എന്നിട്ട് ആലോചിക്കണം അമ്മേന്ന് പറയും ഞാൻ എന്നിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ നമ്മൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നോക്കുന്നതും വന്ന് സംസാരിക്കുന്നതും. പക്ഷെ ആ ഒരു ടൈം അവർ വന്ന് സംസാരിക്കുമ്പോ നമുക്ക് ഓക്കെ വേറെ ആർക്കും കിട്ടാത്ത ആ ഒരു ഇത് നമ്മളുടെ അടുത്ത് വരുമ്പോ അത് ആ ഒരു തോട്ട് മാറും. അപ്പോ ശരിയാ. അപ്പം ശരിക്കും ആദ്യം നമുക്ക് തന്നെ ഒരു ഇത് യു എങ്ങനെ അല്ലേ എന്നുള്ള ഫീൽ ചെയ്യുമ്പോഴാ ശരിക്കും പറഞ്ഞാൽ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വരും അല്ലെ, അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ഞങ്ങളോട് മിണ്ടാത്തേന്ന്. അത് ചിലർ നല്ല പോസിറ്റീവ് സെൻസിൽ എടുക്കും, നെഗറ്റീവ് സെൻസിൽ വരുമ്പോഴാണ് നമുക്ക് ജാടേ അതാന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഇത് നമ്മൾ അവരെങ്ങനെ ഫേസ് ചെയ്യും, അവരെങ്ങനെ കൂടുതലാ. ഞാൻ അത്ര പെട്ടെന്ന് ഫ്രണ്ട്ലി ആവില്ല ആരായിട്ടും. ഇപ്പൊ ഒരു ഫംഗ്ഷന് പോവാണെങ്കിൽ തന്നെ മെയിൻ ആർട്ടിസ്റ്റ് ആരെങ്കിലും ഇരിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ സ്മൈൽ ചെയ്യും, എല്ലാവരും അവരെന്താ സ്മൈൽ ചെയ്യും. അതിങ്ങനെ ഞാനായിട്ട് പോയി സംസാരിക്കില്ല. പക്ഷെ മറ്റുള്ളവർ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ പക്ഷെ അങ്ങനെയല്ല ഞാൻ ആലോചിക്കുന്നത്, എന്നെ അവർ അറിയുമോ, ഞാൻ ചെന്ന് സംസാരിച്ച് എന്റെ അടുത്ത് സംസാരിക്കും, ആ ഒരു തോട്ട്സിൽ ഞാൻ അങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ അങ്ങോട്ട് ഹെഡിങ് ഇല്ല, അത് കുറവാ. ഓക്കെ. അത് പക്ഷെ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് വേണ്ടേ മോളെ? കുറച്ചൊക്കെ വേണം, അതാണ് പറയുന്നത്. എല്ലാവരും എന്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഞാൻ അത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ ഞാനത് ഹെഡ് വെയിറ്റ് കൊണ്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പോയി ചെയ്യാത്ത. എന്റെ ഒരു എന്താ പറയാ നാച്ചുറൽ മാനുഫാക്ചറിംഗ് ഡിപ്പെൻഡാണ്. അങ്ങനെയാണ് വീട്ടിൽ. അപ്പൊ അനിയൻ ഭയങ്കര ചട്ടമ്പിയാന്നോ? അമ്മ പറയേണ്ട കാര്യമില്ല. ഇല്ല അല്ലേ? അപ്പൊ താനാന്ന് ഇച്ചിരി ഒരു റിസർവ് ടൈപ്പ്? അതെ, ജസ്റ്റ് ഓപ്പോസിറ്റാ ഞങ്ങള്. ഞാൻ ഇങ്ങനെയാ, അനിയൻ ബഹളക്കാരനാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത്രയും അഭിനയിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഫസ് എല്ലാം മാറിയില്ലേ? അതെ, ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഫിലിം ഇൻഡസ്ട്രി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ എല്ലാവരും എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കും, മാളും ഇങ്ങനെ വന്നേ, നീ പുറത്തൊക്കെ പോയി സംസാരിക്കുമോ എന്തെങ്കിലും, ആ രീതിയിലാ ചോദിക്കുക. ശരിയാ. ഇപ്പൊ തെലുങ്ക് സംസാരിക്കാൻ അറിയോ? സംസാരിക്കാൻ അറിയില്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ട്. ഹിന്ദി നോഫേഴ്സ് വന്ന? ഹിന്ദിന്നോ മലയാളം, തമിഴ്, തെലുങ്കു, നെക്സ്റ്റ് ഫ്രം ഹിന്ദി. കന്നഡ ചെയ്തിട്ടില്ല. വന്നിരുന്നു, ചെയ്തിട്ടില്ല. ആനാ? കന്നഡ എനിക്ക് ഒരു അക്ഷരം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഈ 3 ചെയ്തു, എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് പോകാന്ന് വെച്ചു. ഓക്കെ, വരികയാണെങ്കിൽ യു ഷുഡ് ഡു കേട്ടോ. വന്നിരുന്നു, അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. കണ്ടോ, ചുമ്മാ എന്നാ ഒരു കാര്യം നോക്കിയേ. ബിക്കോസ് നമ്മൾ ആസ് എൻ ആക്ട്രസ് അല്ലേ, നമുക്ക് എവിടെയൊക്കെ നമ്മുടെ ഇത് ഓർപ്പിക്കാൻ പറ്റുമോ, യു ഷുഡ് ഡു ദാറ്റ് കേട്ടോ. ഇനിയിപ്പോ നോ എന്ന് പറഞ്ഞു വിടണ്ട. കന്നഡ ഇനി പഠിക്കാവുന്നല്ലേ ഉള്ളൂ. ഹിന്ദി പിന്നെ പറയായിരിക്കും അല്ലേ? ഹിന്ദിയും ആക്ച്വലി എനിക്ക് അറിയില്ല. കമ്പാരിറ്റീവ്ലി ഓക്കെ, അത് പറയാം, മനസ്സിലാകും അല്ലേ? അപ്പൊ പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി മാളവികേനെ കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ബേസിക്കലി എന്നാന്നറിയാവോ, ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആസ് എ മലയാളി വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് അല്ലേ? അത് ശരിയാ. ഏതൊരു മലയാളിയും എവിടെ ചെന്നാലും അവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കൊച്ചിങ്ങനെ പോകുമ്പോഴത്തേക്ക് ആസ് എ മലയാളി ഞാനും ഞങ്ങളുടെ പ്രേക്ഷകരും ഒക്കെ ഇല്ലേ, വി ആർ ഫീലിംഗ് പ്രൗഡ് ടു ദാറ്റ്. താങ്ക് യു. അതുകൊണ്ട് ഒരിക്കലും നോ പറയണ്ട ഇനി. ഓക്കെ, ഇനി ആനശേഷി പറഞ്ഞു ഞാൻ. മോളെ എന്നാ പഠിച്ചേ? ഞാനിപ്പോ ഡിഗ്രി ചെയ്യുന്നേ ഉള്ളൂ. ഏത്? BSc ഇംഗ്ലീഷ്. ഓക്കെ. എന്നാ ഇഷ്ടമായിരുന്നു? ഇംഗ്ലീഷ് തന്നെയാണ്. അല്ല, ലൈഫില് ഏതാണ് ആക്ട്രസ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓരോ സ്റ്റേജിൽ ഓരോന്നാവണമെന്നായിരുന്നു. സപ്പോസ് ഇപ്പം ആക്ട്രസ് അല്ലായിരുന്നു, കോൺസെൻട്രേഷൻ സ്റ്റഡീസ് ആയിരുന്നെങ്കിൽ എന്തുവായേനെ? അറിയില്ല ആക്ച്വലി. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഓരോ സ്റ്റേജില് എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് തരാം. അങ്ങനെയല്ല, ഫണ്ണി വേല് പറയുകയാണെങ്കിൽ എനിക്ക് 5th സ്റ്റാൻഡേർഡിൽ സയൻസിനോടൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പൊ എന്താ കുറച്ച് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു. ചിരിക്കരുത്, ഇതിലും ഭേദം ഫുഡ് കൊടുക്കാം മക്കളെ, മതി, ഞാൻ ഫുഡ് തരാമേ പ്ലീസ്. ഇനി അധികം വീട്ടിലെല്ലാരും സ്പൈസി ആഹാരം കഴിക്കും. അമ്മ സ്പൈസി ഉണ്ടാക്കുന്നേ? അച്ഛന് സ്പൈസി ഇഷ്ടം, അതുകൊണ്ടാണ്. ഓ ശരി. ബേസിക്കലി തൃശ്ശൂർകാർ സ്പൈസി കഴിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയല്ല, എനിക്കറിയില്ല.
ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. അപ്പൊ മെഡ്രാസിൽ ചെന്നപ്പോ സ്പൈസി ആഹാരം കുറവല്ലേ? ഇല്ല, ഞങ്ങള് ആഡ് ചെയ്യാൻ പറയും, കുറച്ച് ആഡ് ചെയ്തിട്ട്. തെലുങ്കൂല് ഇച്ചിരി സ്പൈസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ എന്താ പറയാ, തമിഴ്നാട്ടിൽ ഓർഡർ ചെയ്യുന്ന അവിടെ ഒന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ അത് ഉദ്ദേശിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയി വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഡിഫറൻസ്. കമ്പാരിറ്റീവ്ലി തെലുങ്കുല് ഇച്ചിരി സ്പൈസ് കൂടുതലാന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അതുപോലെ ഇപ്പൊ ഞാൻ ഈ ഹൈദരാബാദില് അങ്ങനെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് ശരിക്കും ഒത്തിരി കമ്പാരിസൺ ഉണ്ടോ നമ്മുടെ മലയാളവും തമിഴുമായിട്ടോ വല്ലോ? ഫുഡിന്റെ ഫുഡ് ശരിയാ പറഞ്ഞാൽ ശരിയാ. തെലുങ്കില് ഐ മീൻ അവിടെ ആന്ധ്രയില് വന്ന് നോക്കുമ്പോ ബിരിയാണി പറയേണ്ടതാണ്. ബുഹാരി അതുപോലെ പാരഡൈസ് ബിരിയാണി ഒക്കെ അവിടെ ഞാൻ കഴിച്ചിരുന്നു. എന്റെ അമ്മ പറയാൻ വയ്യ, സ്പൈസി ആണ് ടേസ്റ്റ്. അത് ക്വാണ്ടിറ്റി ഉണ്ട് ശരിക്കും. പിന്നെ ആ രാത്രിക്ക് നമുക്കൊന്നും കഴിക്കേണ്ടി വരും. നമ്മൾ കഴിക്കാത്ത ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ സ്ഥലത്തൊക്കെ പോകുമ്പോ? അങ്ങനെ ഞാൻ പുതിയതായി ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല അല്ലേ? ഇതിപ്പോ നമ്മുടെ മലയാളികളിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. നമ്മൾ എവിടെ പോയാലും ഈ പറഞ്ഞ കൂട്ടാ മെനു ഒക്കെ നോക്കുന്നാണ്ട് എല്ലാം പറയും. അന്ന് വെച്ചാൽ ലാസ്റ്റ് എന്നതേലും ഒരു പൊറോട്ടയോ ചിക്കൻ കറിയോ പറഞ്ഞു വെച്ച് നിർത്തും. ഉറപ്പാന്ന് വിശ്വസിക്കാല്ലോ? ഫുഡിന്റെ കാര്യത്തിൽ അത്ര നോക്കിയിട്ടില്ല. ഫുഡാണോ ഇഷ്ടം, ഡെസേർട്സ് ആണോ കൂടുതൽ ഇഷ്ടം? പിന്നെ ഈ ആക്ടിങ് തുടങ്ങിയപ്പോഴേ നമ്മൾ നമുക്ക് ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടി, വി ഡിഡ്. പിന്നെ എന്നാലും നമ്മുടെ മനസ്സിനകത്ത് ഒരു റോൾ മോഡൽ ഉണ്ടാവും. ഐ ഷുഡ് ഡു ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഇതാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നോക്ക്? ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളെ പറയാൻ പറ്റില്ല. അവരെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് തോന്നും, വാവ് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയാലെന്ന്. അതിപ്പോ പറയണെങ്കിൽ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും പറയും ഇത്, പക്ഷെ അത് ശരിക്കും ഉള്ളത് തന്നെയാണ്. നമുക്ക് ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ക്യാരക്ടേഴ്സും ശോഭന മാമിന്റെ ഡാൻസ് വേയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ. അതുപോലെ തമിഴില് എനിക്ക് രക്ഷ, നയൻതാര. മറ്റേ തെലുങ്കിൽ അനുഷ്ക ഷെട്ടി. അനുഷ്ക. ഓക്കെ. അപ്പം ഈ നമുക്ക് ശോഭനേച്ചി പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഈ ഡാൻസ് നമുക്ക് ഫിലിമിലേക്ക് മസ്റ്റ് അല്ല, അത് ഇച്ചിരി ഒന്ന് ബേസ് അറിഞ്ഞാൽ മതി, അത് ഇങ്ങനെ പഠിച്ചാലേ സിനിമയിൽ വരാൻ ഒക്കുള്ളൂ എന്നൊന്നും ശോഭനേച്ചി പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ അത് മോൾ ആസ് എ ഡാൻസ് അത് എപ്പോഴും ഹെൽപ്പ് ആയിട്ടുണ്ടോ? യെസ്, അറ്റ് ടൈംസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ ദേവയാനം എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ ചെയ്ത മൂവി കംപ്ലീറ്റ് ഒരു ഡാൻസ് ട്യൂട്ടർ ആയിട്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇൻ എ വേ ഇറ്റ്സ് ഓക്കെ അല്ലേ? അല്ലാതെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് അങ്ങനെ ഡാൻസ് പഠിച്ചാലേ ഇൻഡസ്ട്രിയിൽ ഇല്ല. എത്രയോ പേര് എന്താ പറയാ, അവരുടെ ജസ്റ്റ് ലുക്ക് വൈസ് വരെ ഡയറക്ടേഴ്സ് ഇപ്പോ അവരെ എടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഡാൻസും അല്ല, അവർക്ക് ആ ക്യാരക്ടർ ആപ്റ്റ് ആണോ നോക്കി അവരെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ചെയ്യാൻ പോകുന്ന പ്രോജക്ട് ഏത്? നമ്മള് ഇനി മലയാളത്തില് ആ ദേവയാനം റിലീസ് ആവാണ്ട് ചെയ്യാനുള്ളത് ഇപ്പോ ഡിസ്കഷനിലായിട്ടുള്ള ഒന്നും ആയിട്ടില്ല അത്. അപ്പം ഇനി പ്രതീക്ഷയുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടോ ഇനി എനി ലാംഗ്വേജ്? ക്യാരക്ടേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ബയോഗ്രഫി മൂവീസ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം ഈ അടുത്ത് റിലീസായ എല്ലാ മൂവീസും ഒരുവിധം മൊയ്തീൻ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അവരറിയാതെ അത് ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ മോക്ക് ചെയ്യണം എന്ന് തോന്നുന്നത്? എനിക്ക് ഞാൻ അനുഷ്ക ഷെട്ടി ഇഷ്ടമാണ് പറഞ്ഞല്ലോ, ആളുടെ ടൈപ്പ് ഓഫ് മൂവീസ് എനിക്ക് ഇഷ്ടം. അരുന്ധതി അതൊക്കെ അയ്യോ നമുക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അനുഷ്കനെ അല്ലേ? ബിക്കോസ് നമ്മൾ കാണുന്ന അനുഷ്ക അല്ല ഓൺ ദ സ്ക്രീൻ, ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് അല്ലേ? ശരിയാ. പക്ഷെ അത്രയും പവർഫുൾ ആയി ചെയ്യണം എന്നുള്ള ആ ഒരു അത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കോൺഫിഡൻസ് ലെവൽ അല്ല, അത് വരും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ടു ദ ഹൈ എത്തും. നോ പ്രോബ്ലം. പിന്നെ നമ്മൾ ആ സെറ്റുമായിട്ട് ഒന്ന് സൂട്ട് ആവണം അല്ലേ? ദ വെരി തേർഡ് ഡേ നമ്മൾ അതുമായിട്ട് അങ്ങ് ഇൻവോൾവ് ആവും. അതെ, എനിക്ക് ഏത് സെറ്റിൽ പോകുമ്പോഴും അതൊരു ഫസ്റ്റ് 2 days അങ്ങനെയാ വെറീഡ് ആയിരിക്കും ഫുൾ കംപ്ലീറ്റ്ലി. ഞാൻ ചെയ്യണ ശരിയാവും, എത്ര ഡേ ഒക്കെ പോവും, അവർക്ക് എന്നെ ഇഷ്ടാവും ആ ഒരു. പക്ഷെ 3rd day ആവുമ്പോഴേക്കും പറഞ്ഞ പോലെ എല്ലാവരും ഫ്രണ്ട്ലി സെറ്റിൽഡ് ആവും. അപ്പം ഡബ് ചെയ്തപ്പോ ഫസ്റ്റ് ടൈം ഡബ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്, എനിക്ക് എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉണ്ട് ആ ടെൻഷൻ. പിന്നെ അത് നന്നായി എല്ലാവരും പറയുമ്പോ ഓക്കെ ഐ വിൽ ബി ലൈക്ക് അയ്യോ ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ ഇച്ചിരി പോകുന്ന കാര്യം ഇത്രയും ആരായിട്ട് ചിന്തിച്ചേച്ച് വെറുതെ നേരം കളയുവാന്നേ. എന്നാ പിന്നെ ഈ ഇച്ചിരിയും പോകുന്ന ആഹാരം ഒന്ന് കഴിച്ചേച്ച് വലിയ അഭിപ്രായം പറഞ്ഞ ചേച്ചി കഴിക്കുന്നില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാ പിന്നെ പ്രേക്ഷകരോടും പറയണം അതിന്റെ രുചി. അതെ അതെ, സത്യമായിട്ടും ഞാൻ പറയാം, ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കറിയാം. കാരണം ഈ പറഞ്ഞ പോലെ ഹൗസ് വൈഫ്സ് ഒക്കെ വീട്ടിൽ നിന്ന് കാണുന്ന, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ചേച്ചി ഉണ്ടാക്കുന്ന ആ ഒരു രീതി കാണുമ്പോ തന്നെ എല്ലാവരും ചെയ്യും. എന്റെ ചിറ്റ തന്നെ കുറച്ചു നേരം മുമ്പ് പറഞ്ഞായിരുന്നു ഞാനും ട്രൈ ചെയ്ത് കുറെ നാളായി എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ എല്ലാരും എല്ലാ ചേച്ചിമാരും നമ്മളിവിടെ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ഇപ്പൊ ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മുടെ മലയാളി പ്രേക്ഷകർ എല്ലാവരും അറിയണം, എല്ലാ വീട്ടിലും നല്ല ആഹാരം എത്തണം. അതല്ലേ നമ്മുടെ ഏറ്റവും നല്ല കാര്യം. ആരോഗ്യവും വേണം. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ ഒരു ഇച്ചിരി ഫാറ്റ് ഒക്കെ കൂടി ഇച്ചിരി റിച്ച് ഫുഡാണ് ഉണ്ടാക്കുന്നത്. എന്തിനാ നമ്മൾ മലയാളികൾ കുറയ്ക്കുന്നത് അല്ലേ? ഇച്ചിരി നല്ലൊരു ഫുഡൊക്കെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എങ്ങനെ ഇതൊക്കെ പഠിച്ചേ? ഇതൊക്കെ ഓണാണോ അതോ ഓണാന്ന് പറഞ്ഞാൽ മോളെ ഞാൻ ഒരുപാട് റെസിപ്പീസ് നോക്കും. എന്നിട്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളതും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കുള്ളൂ. അല്ലാതെ ഇന്നത് കിട്ടിയാലേ അത് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ളൊരു ഇല്ല. വെച്ചാ എല്ലാത്തിനകത്തും ഒരു ആനി സ്ട്രെച്ച് വരും. അത് ശരി കേട്ടോ. ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആനി ചേച്ചിയുടെ ആ വർത്തമാനം. സത്യമായിട്ട് സോപ്പ് ഇടല്ല, ഹൈലൈറ്റ് പറഞ്ഞ ഞാൻ കാണാറുണ്ട്. എനിക്ക് വീട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ അമൃത വെച്ച് ഉള്ള കാര്യം പറയാലോ മോളെ, എനിക്ക് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാലോ, മിണ്ടാതിരിക്കാൻ ഒരു ഇച്ചിരി പ്രയാസം, വർത്താനം പറയാനാ ഇഷ്ടം. അല്ലേ തന്നെ വർത്താനം പറയാത്തവരോട് എനിക്ക് ഇടയിൽ പോയി ഇരിക്കാൻ വലിയ പ്രയാസം, ശ്വാസം മുട്ടൽ വരും. എന്നേലും ഒന്ന് മിണ്ടിയാൽ മതി. ഞാൻ ആനി ചേച്ചി കണ്ടിരുന്നെങ്കിൽ എന്നാ അതുപോലെ ഇപ്പൊ പറഞ്ഞു. ഈ പറഞ്ഞല്ലോ മിണ്ടാത്തവരുടെ അടുത്ത് പോയിരിക്കും. പണ്ടെങ്ങനെ എന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അടുക്ക പോലും വരികയല്ലായിരുന്നു. ഒരു കൊച്ചെന്നാ ഒന്നും മിണ്ടാത്തെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചേനെ. എന്തായാലും സന്തോഷം. ഐ എം സോ ഹാപ്പി.